ഇന്നത്തെ പ്രഭാതം വയനാട് മൂലങ്കാവിലെ ജനങ്ങൾക്ക് സന്തോഷമുള്ളൊരു പ്രഭാതമാണ്. അതേസമയം അവിടെ ഭീതി പരത്തിയ കടുവയെ സംബന്ധിച്ചിട്ട് ഇന്ന് ദുഃഖമുള്ള ദിവസവും. ആ പാവം കടുവ കെണിയിലായി എന്ന് ഞാൻ പറഞ്ഞാൽ ആ കടുവയെ എങ്ങനെ പാവമെന്ന് പറയാൻ കഴിയും? ഈ ദിവസങ്ങളിലെല്ലാം കടുവ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എത്രയോ മനുഷ്യരുടെ ജീവൻ എടുക്കും എന്നുള്ള ആശങ്ക ഉണ്ടാക്കിയിരുന്ന കടുവയായിരുന്നു. ആ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. വയനാട് മൂലങ്കാവിൽ ജനങ്ങളെ പേടിപ്പിച്ചിരുന്ന കടുവ കെണിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ പ്രഭാതത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എർലോട്ട് കുന്നിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തിരുന്നു. മൂലങ്കാവിൽ ഒരാഴ്ചക്കിടെ ഇത് 4 ഇടത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് രാവിലെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ബത്തേരിയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബത്തേരി, മൂലങ്കാവ്, എർലോട്ട് കുന്നിൽ ഭീതി പരത്തിയ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. കടുവയെ ഒരു ദിവസം ആളുകൾ നേരിട്ട് കാണുകയും ചെയ്തു. ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ആളുകൾ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. അവശയായ കടുവയാണ് എന്ന് അന്ന് ആളുകൾ ഇങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിരുന്നു. പിന്നീടാണ് കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ തോതിൽ ഒരു പ്രക്ഷോഭം നടന്നത്. വഴിതടയൽ ഉൾപ്പെടെയുള്ള ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. സമരം നടത്തിയ നാട്ടുകാർക്കെതിരെ വനം വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഒടുവിലാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. 3 ദിവസം മുമ്പാണ് കൂട് സ്ഥാപിച്ചത്. ഈ കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ കടുവ കുടുങ്ങിയത്. രാത്രി തന്നെ കടുവയെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രമുണ്ട്. വന്യമൃഗ പരിചരണ കേന്ദ്രം പ്രത്യേകം ടൈഗർ റെസ്ക്യൂ സെന്റർ ആണ്. ഇവിടെ നിരവധി ഇപ്പോൾ തന്നെ മുമ്പ് പിടികൂടിയ 6ലധികം കടുവകൾ ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ നിന്നും ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. സാധാരണ കടുവ കൂട്ടിലായി കഴിഞ്ഞാൽ പതിവ് അങ്ങനെയാണ്. പ്രാഥമിക പരിശോധന അവിടെ നിന്ന് നടത്തി പെട്ടെന്ന് തന്നെ ഈ കൂട്ടിലായ സ്ഥലത്ത് നിന്ന് കടുവയെ നീക്കം ചെയ്യും. അത് കൂട് ട്രാക്ടറിൽ കയറ്റി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി പുലർച്ചെ തന്നെ ബത്തേരിയിൽ കടുവ പരിചരണ കേന്ദ്രത്തിൽ ഇപ്പോൾ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നാട്ടുകാർ വളരെ സന്തോഷത്തിലാണുള്ളത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉറങ്ങാത്ത രാത്രികളായിരുന്നു നാട്ടുകാർക്കുണ്ടായിരുന്നത്. വളർത്തുമൃഗങ്ങളെ അവരുടെ കൺമുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. പട്ടി, അതുപോലെ തന്നെ ആടുകൾ, പോത്ത്, പശുക്കുട്ടികൾ എന്നിവയൊക്കെ പിടിച്ചുകൊണ്ടുപോയി കടുവ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ വലിയൊരു പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിനോട് ഒടുവിൽ കൂട് സ്ഥാപിക്കുകയും ആ കൂട്ടിൽ ഇന്ന് കടുവ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഷിബു, വയനാട്ടിൽ നിന്ന് ഷിബു ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വയനാട്ടിൽ നിന്ന് മുട്ടിൽ നിന്ന് ലത PG എന്ന ഒരു പ്രേക്ഷക എനിക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വാർത്തയിലേക്ക് അതിൻ്റെ റിപ്പോർട്ടറെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രതിനിധി എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിച്ചത്. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചു. ആ പ്രതിനിധിക്കൊരു പേരൊന്നുമില്ലേ? തൊട്ടു മുമ്പ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഓർമ്മശക്തി ഉള്ള ഒരു കുട്ടിയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾ നൽകിയിരുന്നല്ലോ. അതൊക്കെ വലിയ ഓർമ്മ ശക്തിയെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഈ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരകന് സ്വന്തം പ്രതിനിധിയുടെ പേര് പോലും ഓർക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ഞങ്ങൾക്ക് 3-4 റിപ്പോർട്ടർമാരുണ്ട്. അതിൽ ഏത് റിപ്പോർട്ടറാണ് ഈ നിമിഷം ഈ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, ഏത് റിപ്പോർട്ടാണ് വന്നത് എന്നുള്ള ഒരു വർണ്ണത്തിൽ ആശങ്ക കൊണ്ടാണ് അങ്ങനെ വയനാട്ടിലെ ഷിബുവിൻ്റെ പേര് ആദ്യമേ പറയാതിരുന്നത്. ഷിബുവുമായിട്ട് ഇന്നലെ തന്നെ ഞാൻ രാത്രി സംസാരിച്ചിരുന്നു. ഈ കടുവയുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കടുവ എത്ര ദിവസമായി ഇങ്ങനെ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഷിബു? ഈ കടുവ നേരത്തെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട രീതിയിലൊക്കെ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കടുവയായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടാണ് ഏറ്റവും രൂക്ഷമായ രീതിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഒരു പറയേണ്ട കാര്യം, ഈ സാധാരണഗതിയിൽ വളർത്തുമൃഗങ്ങളെ കൂട്ടിൽ കെട്ടിയിട്ടതോ അല്ലെങ്കിൽ വീടിനകത്ത് കെട്ടിയിട്ടതോ ആയ
വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന കടുവയ്ക്കൊരു സ്വഭാവമുണ്ട്. അത് ഇര തേടാൻ വനത്തിൽ മറ്റ് കടുവകളെ പോലെ മറ്റ് വന്യമൃഗങ്ങളെ പോലെ ഇര തേടാൻ ശേഷിയില്ലാതായി കഴിയുമ്പോഴാണ് അത് വീടുകളിലേക്ക് എത്തി വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ നാട്ടിൻ പ്രദേശത്തുള്ള വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോവുക. ഒന്നുകിൽ അതിന് പ്രായാധിക്യം ആയിട്ടുണ്ടാകും, ഇപ്പൊ അത് പരിശോധന കഴിഞ്ഞ് മാത്രം അതിന്റെ അധികൃതർ വ്യക്തമാക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് പല്ല് നഷ്ടപ്പെടുകയോ നഖം നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിക്ക് പറ്റുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിക്കുകയോ, ഇങ്ങനെ 3-4 കാരണങ്ങളാണ്. ഒന്ന് പ്രായം വരണം, പ്രായം കൂടുതലാവണം, അതല്ലെങ്കിൽ പല്ല് നഷ്ടപ്പെടണം, അതല്ലെങ്കിൽ നഖം നഷ്ടപ്പെടണം, അതല്ലെങ്കിൽ ഇര തേടാനുള്ള മറ്റ് ശേഷി നഷ്ടപ്പെട്ട് ആരോഗ്യസ്ഥിതി മോശമാവണം, അല്ലെങ്കിൽ ഗുരുതരമായ ആന്തരികമായ അവയവങ്ങളിൽ എന്തെങ്കിലും ഗുരുതരമായ രോഗങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഇവ വളർത്തുമൃഗങ്ങളെ തേടി പുറത്തേക്ക് എത്തുക. അങ്ങനെ ഇപ്പോൾ ഉള്ളത് ഒന്ന് നമ്മൾ ഈ പറയുന്ന മൂലങ്കാവ് പ്രദേശത്തുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഉള്ളത് വടക്കേ വയനാട്ടിൽ മാനന്തവാടി തിരുനെല്ലി പനവല്ലിയിലും ഇതേ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. അവിടുത്തെ കടുവയ്ക്ക് വേണ്ടിയുള്ള പിടികൂടാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പം ഇത് 2-3 ആഴ്ചയായിട്ടാണ് ഈ കടുവ, ഇതിനു മുമ്പും ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. അത് ഇതേ കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ്. കാട്ടുപോത്ത്, അതുപോലെ തന്നെ മാനിന്റെ ആക്രമണമല്ല, മാൻ കൃഷി നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട്, കാട്ടാനയുടെ ആക്രമണം പതിവായുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണിത്. അവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കടുവ 3 ആഴ്ചയായിട്ടാണ് കൂടുതൽ വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിപ്പൊതിഞ്ഞ ഒരു വണ്ടി, ആ കെട്ടിപ്പൊതിഞ്ഞ വണ്ടിക്കകത്ത് തന്നെയാണല്ലോ അല്ലേ ഈ പുലിയെ കൊണ്ടുപോകുന്നത്, കടുവയെ കൊണ്ടുപോകുന്നത്? മറ്റൊരു ദൃശ്യം കൂടി നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, കൂട്. ഈ കൂട്ടിനുള്ളിലാണ് കടുവയുള്ളത്. കടുവ സാധാരണ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കവർ ചെയ്യുന്നൊരു, അതായത് പൊതിഞ്ഞ് അതിനെ കവർ ചെയ്യും. കാരണം ഒരു വനത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയെ ഈ ദേശീയപാതയിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എതിരെ വാഹനങ്ങൾ വരുന്നു, ആളുകൾ ഓടിക്കൂടും, അങ്ങനെയൊക്കെ കാണാനൊക്കെ കൂടാതിരിക്കാൻ വേണ്ടി അതൊരു പതിവാണ്. സാധാരണ ഇതിനു മുമ്പ് കാട്ടാനയെ പിടികൂടിയപ്പോൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടാവുമല്ലോ, കണ്ണ് മറച്ച്, കറുത്ത തുണി കൊണ്ട് കണ്ണ് മറച്ചത്. ഇതുപോലെ കടുവയെ സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്. കടുവയെ പിടികൂടി കഴിഞ്ഞാൽ ഉടനെ ഈ കൂട് കവർ ചെയ്യും. കവർ ചെയ്യുന്ന കൂട് ട്രാക്ടറിൽ കയറ്റി അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറ്റി ഈ പറയുന്ന കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കുറേ നാളത്തെ ആവശ്യങ്ങൾക്ക് ശേഷമാണ് വയനാട്ടിൽ ഒരു കടുവ പരിചരണ കേന്ദ്രം ആരംഭിച്ചത്. ഒരിക്കൽ നമ്മൾ കേരള വിഷൻ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ ആ പരിചരണ കേന്ദ്രത്തിൽ 6 കടുവകൾ ഉണ്ട്, പുലിയും ഉണ്ട്. അവിടെ വെറ്റിനറി സർജന്മാരുടെയും മേൽനോട്ടത്തിൽ ഇവയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നാട്ടിലിറങ്ങി ശല്യമുണ്ടാക്കി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ, അപ്പോൾ ഇതിനെ സ്വാഭാവികമായി ഇങ്ങനെയാണ് കൊണ്ടുപോവുക. അതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അകമ്പടി പോകും. അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ കടുവയെ ബത്തേരിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ കടുവയുടെ മുഖത്ത് ഒരു പരിഭ്രാന്തിയൊക്കെ കാണുന്നുണ്ട്. വലിയ അലർച്ചയോ എതിർപ്പോ ഒന്നുമില്ലാതെ ആകെ കൂടി സ്തംഭിച്ച നിലയിലാണ്, നോക്കുന്ന നിലയിലാണ് അതിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഒന്നുകിൽ ഇതിന് ഗുരുതരമായ അസുഖമുണ്ട്, അതല്ലെങ്കിൽ ഇതിന് പ്രായം ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും. സാധാരണ കടുവ പിടികൂടി മനുഷ്യരിങ്ങനെ ടോർച്ച് ലൈറ്റ് അടിക്കുന്നുണ്ടല്ലോ, അവര് ലൈറ്റ് അടിക്കുന്ന സമയത്തൊക്കെ പ്രതികരണം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ കടുവയ്ക്ക് ഒരു പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് അവശയാണെന്നുള്ള ഒരു നിഗമനമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. അവശ എന്ന വാക്ക് ഷിബു ഉപയോഗിച്ചപ്പോഴാണ് ഇതൊരു പെൺപുലിയാണ് എന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? അത് പ്രായം ഇപ്പോ അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിന്റെ പ്രായം, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തരും. സാധാരണ അങ്ങനെ തരാറുണ്ട്. മണിക്കൂറുകൾക്കകം തന്നെ അവർ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയാലുടൻ തന്നെ എത്ര വയസ്സ് കൃത്യമായി ഉണ്ട്, എത്ര പ്രായം, അത് എല്ലാ വിവരങ്ങളും തരും. അല്പസമയം അടുത്ത വാർത്തയോടുകൂടി നമുക്ക് അതിന്റെ വിശദാംശങ്ങളെല്ലാം പൂർണ്ണമായും പറയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വെളുപ്പിന് സുഖമായിട്ട് ഉറങ്ങിയിരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറക്കം പോയി. അതെ, അവർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, സാധാരണ വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നന്നായി ഉറങ്ങിയിട്ട് കാലങ്ങളായി. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം ഉള്ള ഒരു പ്രദേശമാണല്ലോ. കടുവ മാറുമ്പോൾ പുലി വരും, പുലി മാറുമ്പോൾ ആന വരും. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വന്യമൃഗം ഇങ്ങനെ നാട്ടിലിറങ്ങുകയും വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ ആക്രമിക്കുക, അങ്ങനെ സാഹചര്യം ഉണ്ടാവുകയും ഭീതി പരത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ അവരുടെ രോഷം അറിയിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടാണ് ആദ്യം.
ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാൽ പോലും ചിലപ്പോൾ കൂട് സ്ഥാപിക്കണം, അതല്ലെങ്കിൽ ഇപ്പൊ വെടിവെച്ച് പിടിക്കണം, ഇപ്പൊ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാവും. അത് ജനത്തിന്റെ ഒരു പ്രതികരണം സാധാരണ സ്വാഭാവികമാണ്. ഇവിടെ ഏതായാലും വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായെങ്കിലും വഴിതടയൽ പോലുള്ള ജനകീയ സമരങ്ങൾ, ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളൊക്കെയാണ് ഉണ്ടായത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തപ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. നാട്ടുകാരെ പോലെ തന്നെ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഉറങ്ങാത്തവരാണ് ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥര്. അത് പ്രത്യേകിച്ച് അവിടുത്തെ മാത്രമല്ല, വയനാട് ജില്ലയിലെ ഈ റെസ്ക്യൂ ടീമുണ്ട്. ആ റെസ്ക്യൂ ടീമിന് എപ്പോഴും തന്നെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് വയനാട്ടിൽ ഇപ്പോൾ വന്യമൃഗശല്യം ഉള്ളത് കൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്തായാലും ഈ പുലിയെ പിടിച്ചു കഴിഞ്ഞതോട് കൂടിയിട്ട് അത്യാവശ്യം ഒരു സമാധാനവും ശാന്തിയും ഒക്കെ വയനാട് ഈ മുലങ്കാവ് നിവാസികൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.